നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടായിരുന്നു വിവരാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ചീഫ് സെക്രട്ടറി കൊടുത്തു, കൃത്യമായ രീതിയിൽ മറുപടികളോ കാര്യങ്ങളോ ലഭിച്ചില്ല. ഓരോരോ ജില്ലയിലെ കലക്ടർമാർക്ക് വിവരാവകാശം കൊടുക്കുന്നത്, അവിടുന്ന് നമുക്ക് വ്യക്തമായ രീതിയിൽ എത്ര രൂപയാണ് പിരിച്ച കണക്ക് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരു കൃത്യമായ കണക്ക് കിട്ടിയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലങ്ങളെ 16 നോഡൽ ഓഫീസർമാർക്ക് ഇതിന്റെ ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോരോ മണ്ഡലങ്ങൾക്ക് ഓരോരോ നോഡൽ ഓഫീസർമാർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഓരോരോ നോഡൽ ഓഫീസർമാർക്ക് വിവരാവകാശം അയക്കുന്നത് എത്ര രൂപയാണ് സംസ്ഥാനത്ത് പിരിച്ചിട്ടുള്ളത്, എത്ര രൂപയാണ് ബാലൻസ് ഉള്ളത്, എത്ര രൂപയാണ് കടം വന്നിട്ടുള്ളത് ചോദിച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മൾ വിവരാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നെട്ടിക്കുന്ന ഒരു കണക്കാണ് നമുക്ക് കിട്ടില്ല. ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം. മലപ്പുറം ജില്ലയിൽ നമ്മൾ കൊടുത്തത് ഏകദേശം 16 മണ്ഡലങ്ങൾ കൊടുത്ത് 15 മണ്ഡലങ്ങൾക്ക് മാത്രമേ നമുക്ക് മറുപടി ലഭിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ആകെ 6 മണ്ഡലങ്ങൾക്ക് മാത്രം കണക്കുള്ളൂ. ഈ കണക്ക് വന്ന മണ്ഡലത്തിൽ നമുക്ക് വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കണക്ക് വന്ന മണ്ഡലങ്ങളിൽ തന്നെ എല്ലാ മണ്ഡലത്തിലും നവകേരള സദസ്സ് നടത്തിയത് കടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആകെ മലപ്പുറം മണ്ഡലത്തിൽ മാത്രം ലാഭത്തിലുള്ളൂ.